3 പേരുടെ ജീവനെടുത്ത കള്ളാടി മണ്ണിടിച്ചിലിന് പിന്നാലെ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ച സർക്കാർ. അപകടത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇരട്ടന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ അപകട കാരണത്തെ ചൊല്ലി സർക്കാരും കരാർ കമ്പനിയും തമ്മിൽ പഴിചാരൽ തുടരുകയാണ്. കമ്പനിക്കും ജില്ലാ ഭരണകൂടത്തിനുമുണ്ടായ പിഴവുകളുടെ രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. കേരളത്തെ നടുക്കിയ കള്ളാടി ദുരന്തത്തിന് പിന്നാലെയാണ് വയനാട് തുരങ്കപാത നിർമ്മാണം തൽക്കാലം നിർത്തിവെച്ച വിശദ പരിശോധനയിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കേന്ദ്രാനുമതിയുടെ ഘട്ടത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ നിർമ്മാണ കമ്പനി പാലിച്ചോ എന്ന് പരിശോധിക്കും. പാരിസ്ഥിതിക ആശങ്കയിലും പരിശോധനയുണ്ടാകും. എടുത്ത മണ്ണ് കമ്പനി നീക്കം ചെയ്യാത്തത് ഗുരുതര പിഴവാണ്. പദ്ധതിയെക്കുറിച്ച് മുമ്പ് താൻ സംസാരിച്ചപ്പോൾ കേട്ട പഴികളും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം പറയാൻ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. CPM ഹാൻഡിലുകൾ. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞു, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ദുരന്തം വരുത്തിവെച്ചതിൽ സർക്കാരിനും കമ്പനിക്കും പങ്കുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. തുരങ്കപാതയ്ക്കായി മണ്ണെടുക്കുമ്പോൾ മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലുകൾ നിർമ്മിക്കണമെന്ന ചട്ടം കമ്പനി പാലിച്ചില്ല. തുരന്നെടുത്ത മണ്ണ് നിക്ഷേപിക്കാൻ സ്ഥലം ഒരുക്കുന്നതിൽ സർക്കാരിനും വീഴ്ച സംഭവിച്ചു എന്നാണ് ആരോപണം. മൺകൂനയുടെ ഭാഗമായ മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരനോട് പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ആ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനല്ലേ, മുഖ്യമന്ത്രിക്കല്ലേ? വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? സമ്മർദ്ദത്തിൽ മുഖ്യമന്ത്രി കസേര കിട്ടുന്നത് പോലെയാണോ ഈ പാരിസ്ഥിതിക അനുമതി കിട്ടലും കോടതിയുടെ പരാമർശം വരലും? അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന വാദം തള്ളിക്കളയുകയാണ് കമ്പനി ജനറൽ മാനേജർ. മണ്ണിടിച്ചിലുണ്ടായത് നിർമ്മാണ മേഖലയ്ക്ക് 12 മീറ്റർ മുകളിൽ വനമേഖലയിലാണെന്ന് കമ്പനി വാദിക്കുന്നു. ഇത് നമ്മുടെ PWD ലാൻഡിൻ്റെ പുറകുവശത്ത് അത് ഫോറസ്റ്റ് ലാൻഡാണ്. ആ ഭാഗം നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്ലാനും പ്രൊഫൈലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടം വരെയാണ് PWD ലാൻഡ് ഉള്ളത്. അവിടം വരെ നമ്മൾ എക്സ്ട്രീം ആ ബൗണ്ടറി വരെ നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് അതിൻ്റെ ടണലിൻ്റെ വേ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നെയിൽ ചെയ്ത് ഷോർട്ട് കട്ടിങ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത ഏരിയയാണ്. പക്ഷേ അതിന്റെ പുറകിൽ ഒരു 10-12 മീറ്റർ പുറകിൽ നിന്നാണ് ലാൻഡ് സ്ലൈഡ് തുടങ്ങിയിട്ടുള്ളത്. മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകി 17 ദിവസത്തിന് ശേഷം ഉണ്ടായ ദുരന്തത്തിന് കമ്പനിയാണ് ഉത്തരവാദിയെന്ന് കളക്ടർ കുറ്റപ്പെടുത്തുന്നു. ഈ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു? കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദേർ, ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് യു ഓൾസോ. തർക്കത്തിനും പഴിചാരലിനുമുള്ള സമയമല്ല ഇതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെടുക്കും. ഇപ്പോൾ തർക്കത്തിൻ്റെയും വിവാദത്തിൻ്റെയും പരസ്പരം പഴിചാരലിൻ്റെയും സമയമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിരുന്നത് തന്നെ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. മറ്റ് എന്താണ് നടപടി വേണ്ടത് അതൊക്കെ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം വിമാനമാർഗമാണ് നാട്ടിലെത്തിക്കുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ജില്ലാതല കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.